ഹലോ, സായി സ്ക്രീൻ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാനിത് സൺഡേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയ ടൈമിൽ ഏട്ടൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് മുട്ടായിയും പിന്നെ അതുപോലെ തന്നെ സ്പ്രേ കുപ്പിയും പിന്നെ ഹെഡ്സെറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ലച്ചുമോളൊന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണെന്നൊക്കെ ഏട്ടങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, മുട്ടായി ഇതിലാറുണ്ടായിരുന്നു. കുറേ മക്കൾ കഴിച്ചു കേട്ടോ. ഞങ്ങൾ വന്നേക്ക് അവർ മുട്ടായി കണ്ടപ്പോൾ പെട്ടെന്ന് കഴിച്ചു. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എനിക്ക് 3 എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ തറവാട്ടിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ രാവിലെ ചായ കുടിച്ച് അങ്ങനെ പോയതായിരുന്നു കേട്ടോ. ചായക്ക് ചപ്പാത്തി ആയിരുന്നു കടി. അപ്പോൾ അതൊക്കെ കഴിച്ച് ഉച്ചക്കത്തേനുള്ളത് റെഡിയാക്കാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്ച്ചോറും വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് പുറത്ത് മക്കളങ്ങനെ വീഡിയോ എടുത്തതാണ്. നമ്മുടെ പൂച്ചക്കുട്ടികളാണ് കേട്ടോ മൊത്തം. പിന്നെ അതേപോലെ തന്നെ നമ്മളടുത്ത് തന്നെ ഒരു പേരയ്ക്കമരം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ പേരയ്ക്ക ചാടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരും കഴിക്കാറൊന്നുമില്ല പേരയ്ക്ക. അപ്പോൾ ആരും എടുക്കാത്തതുകൊണ്ട് തന്നെ ഫുള്ള് നിലത്ത് ചാടി പോവാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ നെയ്ച്ചോറും ചിക്കനൊന്നും വെക്കാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ. കാരണം ഇപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ഇതൊന്നും വേണമെന്നില്ലല്ലോ, എല്ലാവരും വെക്കണതും ഇതൊക്കെയല്ലേ. അപ്പോൾ ഞാൻ ചിക്കൻ അടുപ്പത്തും റൈസ് പിന്നെ കുക്കറിലും വെക്കാൻ വിചാരിച്ചിട്ടോ. ഞാൻ മിക്കവാറും ഇപ്പോൾ ചോറ് അങ്ങനെ കുക്കറിലാണ് കേട്ടോ വയ്ക്കൽ. അപ്പോൾ കുക്കറിൽ വെച്ചാൽ എനിക്ക് തോന്നുന്നു നല്ല മയം ഉണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെ വയ്ക്കും. അപ്പോൾ ലച്ചുവിൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒന്നാമത്തെ കാര്യം, ഇന്ന് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ ഒന്ന് ശ്രമിച്ച് നോക്കണുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബ്രോസ്റ്റിന് വേണ്ടിയൊന്നല്ല കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നു. അപ്പോൾ അതിന്ന് കുറച്ച് എടുത്ത് വെച്ചു. പിന്നെ ഇന്ന് വാങ്ങിയതും ലെഗ് പീസൊക്കെ അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തുങ്ങാണ്ട് ചെയ്യാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കൂട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് പാലെടുത്തിട്ടുണ്ട്, ഒരു 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് ബട്ടർ മിൽക്ക് ആക്കിയെടുക്കാം. ഇതാ കണ്ടോ ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോഴത്തേനും ഇതാ മക്കൾക്കൊക്കെ ഒന്ന് കഞ്ഞി കൊടുക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നില്ല, മുകളിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് അമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നുകൊണ്ട്. പിന്നെ അതാ ഞാൻ ചിക്കനൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇനി നമ്മുടെ ബട്ടർ മിൽക്കിലേക്ക് കുറച്ച് സാധനം കൂടി ചേർക്കാനുണ്ട്. ഒരു 1.5 സ്പൂണ് പിന്നെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് പിന്നെ മുളക് പൊടി. എരിവ് നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അവിടെ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ, കാരണം മക്കൾ കഴിക്കാണ്ടാവുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതാ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. ഇഞ്ചില്ല, വെളുത്തുള്ളി ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പിന്നെ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് കലങ്ങി വരട്ടെ. ഇതും തന്നെ കുറച്ച് സമയം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ബ്രോസ്റ്റിനൊന്നും ഇങ്ങോട്ട് ഉള്ളിക്കൊക്കെ ചിക്കൻ്റെ ഉള്ളിക്കൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണ്ടേ. അപ്പോഴത്തേനും ഇതാ കഞ്ഞി കുടിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ കരച്ചിലൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. കഞ്ഞി കുടിക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പോൾ. അപ്പോൾ കഞ്ഞി കുടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനുമ്മേ നമ്മുടെ ഫോർക്ക് വെച്ചൊന്ന് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് ഈ മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് രാവിലെ ഒരു 10-10:30 ആയിട്ടുണ്ട് കേട്ടോ ചെയ്യുമ്പോൾ. ഇനി വൈകുന്നേരത്താണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത്. അതുവരെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തേക്കാം കേട്ടോ. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ ആയിട്ട് അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. നന്നായി മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ പിന്നെ നമ്മുടെ ആ മിക്സ് വേണം കേട്ടോ. കണ്ടോ, ചിക്കൻ നന്നായിട്ട് മുങ്ങി കിടക്കണ മാതിരി തന്നെ വേണം. അപ്പോൾ ഞാൻ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടോ നോക്കിയിട്ടോ. അപ്പോൾ ഉപ്പും ഇതൊക്കെ ഉണ്ട്. പിന്നെ അതാ ചിക്കനൊക്കെ നമുക്ക് ഉച്ചക്കത്തേന് വേണ്ട ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചോറ് വയ്ക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അതാ കണ്ടോ, ഞാൻ കുക്കറിൽ നിന്നൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ നല്ല സ്മൂത്താവുന്നു, സൂപ്പറാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ അതാ ചിക്കൻ തന്നെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടിച്ചോരി തുടയ്ക്കലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങൾ ചോറുണ്ണാതിരിക്കുകയാണ്. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുകളിൽ നിന്ന്. ബാക്കിയുള്ളവർക്ക് ഞാൻ അങ്ങോട്ട് കൊടുത്തയക്കുക ചെയ്തത് കേട്ടോ. ലച്ചുമോള് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ വന്ന് ഫുഡ് കഴിച്ചു. എന്നിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ.
പുറത്ത് പോണത് ശ്രീലുമോക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ശ്രീലുവിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ശ്രീലുവിന് മാത്രമേ എടുക്കണുള്ളൂ, പക്ഷേ മറ്റുള്ള രണ്ടാളും പോന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുന്നതാണേ. അപ്പോൾ അത് ആദ്യം ഒരു കടയിൽ കയറി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നല്ലത് കിട്ടിയില്ല എന്നല്ല, ഞാൻ ജീൻസിൻ്റെ മിഡിയും ടോപ്പുമാണ് കേട്ടോ അന്വേഷിക്കുന്നത്. അപ്പോൾ അതന്നെ കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കയറി ഇറങ്ങണത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കടയിൽ പോയി, അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ നേരെ കേക്കിൻ്റെ ഷോപ്പിൽ പോയിട്ടോ. അവിടെ നിന്ന് കേക്കിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചിട്ട് പോന്നു കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ബട്ടർഫ്ലൈൻ്റെ കേക്കാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അതാ അടുത്ത ഷോപ്പിലും പോയി, അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് അപ്പുറത്തുള്ള 2-3 കടയിൽ കയറി കേട്ടോ. എന്നിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിട്ടിയ കടയിൽ പോയപ്പോൾ വീഡിയോ എടുക്കാനും വിട്ടുപോയി കേട്ടോ. പിന്നെ ഞങ്ങൾ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഫാൻസി കയറിയിരുന്നു കേട്ടോ. അവൾക്ക് കുറച്ച് മാലയും വളയൊക്കെ വാങ്ങാൻ വിചാരിച്ചു. സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് മറ്റുള്ളതൊന്നും പറ്റില്ല, അവൾക്ക് ബ്ലാക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആകുമ്പോൾ പോകുമ്പോൾ ഇട്ട് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നു. അധികം സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു 5 മണിയൊക്കെ ആവാൻ നേരത്താണ് ഞാൻ ബ്രോസ്റ്റിക്ക് പിന്നെ 2 കൂട്ട് വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കൂട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ മിക്സിൽ മൈദയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 കപ്പിലേറെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവ് നല്ല സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്നോട് ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പിന്നെ നല്ല ടേസ്റ്റാണ്, നമുക്ക് ശരിക്കും ആയി കിട്ടും എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. വലിയ പീസൊന്നും അല്ല, ചിക്കൻ്റെ ചെറിയ ചെറിയ പീസുകളാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യുമല്ലോ. ഇനി അടുത്ത മിക്സ് ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടായിക്കോട്ടെ വിചാരിച്ചിട്ട്, എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. പിന്നെ അതിലേക്ക് കോൺഫ്ലോറാണ് കേട്ടോ ഇടുന്നത്. അപ്പം ഞാനിതൊരു സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 3-3ൻ്റെ അടുത്ത് സ്പൂണ് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതാ തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് തണുത്ത വെള്ളം വെച്ചായിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടല്ലാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കട്ടല്ലാതെ നമുക്ക് ആയി കിട്ടും കേട്ടോ. പിന്നെ അതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടൊന്നുമില്ല, ഞാൻ അപ്പം തന്നെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് പുറത്ത് വെക്കേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ മിക്സിയിൽ നമ്മുടെ ഫസ്റ്റ് കോട്ടിങ്ങിൽ മുക്കിയിട്ട് മൈദയിൽ മുക്കിയിട്ട് പിന്നീട് നമ്മുടെ പൊടിയിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. തീ കുറച്ച് വെച്ചാൽ മതി, കാരണം ചിക്കൻ വെന്ത് കിട്ടണം. തീ ഹൈ ഫ്ലെയിമിലായിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മൈദയിലൊക്കെ ഒന്ന് മുക്കിയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചെറിയ ചെറിയ ഫൾട്ടുകളൊക്കെ ഉണ്ട്. ഇത് മൊത്തത്തിൽ ഒന്ന് ആക്കി വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് 2-3 ഒക്കെ ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാവും നല്ലത് കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ ആദ്യത്തേത് ഇട്ട് കൊടുത്തു. അപ്പം അങ്ങനെ ചെയ്യേണ്ട, ഒരു ട്രിപ്പിൽ ഒരു 3-4 ഒക്കെ ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വേവാനും തന്നെ ഞാൻ ചെറിയ ചെറിയ പീസായതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ പീസല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെറിയ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ പീസായതുകൊണ്ട് തന്നെ കേട്ടോ. വലുതുണ്ടെങ്കിൽ അതിലാകും ബെറ്റർ കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് മുരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, കാരണം പിന്നെ വേവുമെന്നൊരു സംശയമായിരുന്നു. അപ്പോൾ എന്തായാലും ഉള്ളൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ ക്രിസ്പി ആക്കണ്ട കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫുള്ള് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇപ്പോൾ പരീക്ഷിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കിഴങ്ങും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടോ, ആ എണ്ണയിൽ തന്നെ അങ്ങോട്ട് ഇട്ട് എടുത്താൽ മതിയല്ലോ. എന്തായാലും സൂപ്പറായി. എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ശ്രീലുമോളെ ബർത്ത്ഡേ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്